ആര് കൂട്ടുക എല്ലാവരും. ഈ മതം എന്ന് പറയുമ്പോൾ ആൾക്കാരെ നോക്കാതെ പൈസ കൊടുക്കും. ഇതില് ഫ്രീയിലോട്ട് പോകുന്ന വഴി ഫെറി ചെറുച്ചിട്ട് ഫെറി അല്ലേ? നേരെ കിലോമീറ്റർ ഉള്ള നേരെ കാണുന്നപ്പോൾ അതൊക്കെ അമൃതയിലോട്ടൊക്കെ പോകുന്ന സ്ഥലമായിരിക്കും അല്ലേ? അമൃത ഇവിടെ എല്ലാം അമൃതയുടെ സ്ഥലങ്ങളല്ലേ ബാക്കിലേക്ക്. ഇതെല്ലാം അമൃത ഈ വണ്ടികളൊക്കെ വെയിറ്റ് ചെയ്യുന്ന ആസ്റ്റർ പേഷ്യൻസിനെ നോക്കിയാണോ? അല്ല, അത് അപ്പുറത്തുണ്ട്. അപ്പുറത്തവരുടെ രണ്ടിലും ഊബറും ഇതെല്ലാം ഇഷ്ടംപോലെ ഉണ്ട്. ആസ്റ്ററില് ടാക്സി ഇഷ്ടംപോലെ ഓട്ടം കിട്ടുന്ന സ്ഥലമാണ്. കാരണം വേറെ ബസ്സുകൾ ഒത്തിരി ഇല്ലാത്തതുകൊണ്ടും വേറെ പോകാനുള്ള മാർഗങ്ങളില്ലല്ലോ. പക്ഷെ അമൃതയുടെ അവിടെയൊക്കെ ബസ് സ്റ്റാൻഡ് ഉണ്ട്. അമൃതയ്ക്ക് വേണ്ടി തന്നെ KSRTC ബസ് സ്റ്റാൻഡ് ഉണ്ട്. അത് സർക്കാരുമായിട്ട് തന്നെ ടൈപ്പ് ആണല്ലോ. ഓരോ സൈഡ് പയ്യെ കുറച്ച് മണ്ണക്കൊണ്ടിട്ട് നിരത്തി എടുക്കുന്നു. കുറച്ച് തേങ്ങൊക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ പയ്യെ നികന്നോളൂ. ഓക്കെ. അവർക്ക് അടുത്ത എക്സ്പാൻഷൻ വരും. പാർക്കിംഗ് ആയിട്ട് എങ്ങനെയൊക്കെ അവര് ഉണ്ട്. ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ളത്. ഡെയിലി 2000 രൂപ 3000 രൂപ ഒക്കെ. ഒരു ദിവസം വന്ന് നിൽക്കുന്ന ആൾക്കാരും കണക്ക് നോക്കൂല. പിന്നെ ഫർണിഷ്ഡ് ആയിട്ടും കൂടെ ഉള്ളതായതുകൊണ്ട് പിന്നെ അടുത്താണ് നമുക്ക് അധികം ഓട്ടവും പരിചയമില്ലല്ലോ. അതോടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതൊരു വലിയ ബിസിനസ് അവിടെ. അമൃത പിന്നെ ഇച്ചിരി പഴയതാണല്ലോ, ഒരു 10-25 വർഷത്തിന്റെ ഒരു. അമൃതയ്ക്ക് മെഡിക്കൽ കോളേജൊക്കെ ഉണ്ടല്ലോ. അതെ, സ്റ്റുഡൻസും പഠിക്കാൻ വരുന്നവരും. നഷ്ടം അങ്ങനെയില്ല. ഇതേത് പാലമാണ്? ചിറ്റൂർ പാലം അല്ലേ? അല്ലല്ലേ, ഇത് കോതാട് അല്ലേ? ആ, ചൈനീസ് നെറ്റ് കൊച്ചു പിടിക്കാനാ. അതിൻ്റെ അകത്ത് വളർത്തും കാണും അല്ലേ? ഇതിനകത്ത് വളർത്തില്ല. ഇല്ല, ഫ്ലോട്ടിംഗ് കൃഷികളുണ്ട് ഇതിനകത്തൊക്കെ. ഇതൊക്കെ പെരിയാറ് തന്നെയാണ്. കായലല്ല, ഇത് പെരിയാറ് തന്നെയല്ലേ? ആലുവയുടെ പെരിയാറിന്റെ ഒരു കൈവഴിയൊക്കെ. കൈവഴി ഇത് അങ്ങോട്ട് കടലിലോട്ട് കായലിലോട്ട് ചേരുന്ന ഭാഗം. ഇതിപ്പം കണ്ടൻ റോഡ് പോലെ ആയി അല്ലേ? നമ്മള് കണ്ടൻ റോഡ് മുകളിൽ കുഴപ്പമൊന്നും. ഇതിലെ നേരെ പോയാലും അവിടെ കടത്തുണ്ട്. കോതാട് വഴി നമുക്ക് അപ്പുറത്ത് വരാപ്പുഴയ്ക്ക് കിടക്കാം. പണ്ട് ആ വരാപ്പുഴ പാലം ഇല്ലായിരുന്നപ്പം ഇതിലെ കടത്ത് കിടന്നാണ് ആൾക്കാര് ഇങ്ങോട്ട് വന്നോണ്ടിരുന്നത്. വേലിയേറ്റ സമയമാണ്. വെള്ളം കയറി ഇത്ര വെള്ളം കൂടെ വരുന്നല്ല. പാലത്തിന് പെയിന്റ് അടിക്കുന്നു. തൂണുകളെല്ലാം പോയായിരുന്നു. അപ്പുറത്തെല്ലാം പാലത്തിന് തൂണുകൾക്ക് അടിവശം എല്ലാം ദ്രവിച്ചു പോയിട്ട് മെയിൻ്റെനൻസ് ആണ്. പാലമൊക്കെ അടച്ചിരിക്കുകയാണ്. ശരി. വെള്ളത്തിൽ നിൽക്കുന്ന അടിവശമേ തൂണുകൾ ദ്രവിക്കാൻ തുടങ്ങിയിട്ട് കമ്പി തെളിക്കാൻ തുടങ്ങിയായിരുന്നു. എല്ലാ പാലത്തിനും മെയിൻ്റെനൻസ് ആയിരുന്നു. ഇവിടെയൊക്കെ ഒരു 10 വർഷം കഴിയുമ്പോഴത്തേനും ഒരൊറ്റ സെറ്റ് കൂലിപ്പേനി നിലം കാണത്തില്ല. കോൺക്രീറ്റ് ഭയങ്കര വിലയ്ക്ക് ഇട്ടിരിക്കുന്നതാണ് കൊടുക്കാൻ. ചെറിയ ആൾക്കാർക്ക് മേടിക്കാൻ പറ്റൂലാത്തോണ്ട് കിടക്കുന്നതാണ്. ഇതൊക്കെ ഈ ബിൽഡേഴ്സ് വന്നെടുത്തിട്ട് 10-20 വീടൊക്കെ ഒന്നിച്ച് പണിത്. ഇപ്പുറത്തേക്ക് വന്ന എന്തോ പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എരിവൊരു ഭാഗം വരുമ്പോഴത്തേക്ക് പരിസ്ഥിതി എയർ പൊല്യൂഷൻ ഭയങ്കരമായിട്ട് ഫാക്ടറി ഒക്കെ അടുത്തുള്ളതുകൊണ്ട്
by this KSRTC stopping there. ഒന്നോ രണ്ടോ വണ്ടി ഒളിയ വഴി പിന്നെ റോഡ് വഴി. ഇത് ആലുവപ്പുഴയാണോ? ഇത് ബനിയൻ കണ്ടില്ലായിരുന്നോ? ഇത് നമ്മുടെയാണോ? ഓ, ഇഷ്ടപ്പെട്ടോ? എന്നാ കൂട്ടുകാരനാ അത്? അല്ല, എല്ലാരും പറഞ്ഞത് കത്താന്ന് പറഞ്ഞു. പാകത്തിനുള്ളത് അങ്ങനെ കൊണ്ടുപോകും. എനിക്ക് തോന്നിയായിരുന്നു ആദ്യം, പക്ഷെ അന്ന് നമ്മൾ സ്ട്രൈറ്റ് ചോദിക്കുന്നത് ശരിയല്ലോ. ചോദിക്കുന്നത് ഓ, പല കമ്പനിക്കാരുടെ പല മെഷർമെന്റ് ആണ്. കറക്റ്റായിരുന്നു. ഈ ചൂടത്തിടാൻ സുഖമാണ്. കട്ടി കുറവായിരുന്നു നൈസായതുകൊണ്ട്. അമേരിക്കയിലെ ഒരു ദരിദ്രവാസി നമ്മളങ്ങനെ പറയുന്നത്. പക്ഷെ നമ്മുടെ പ്രിന്റിലോട്ട് വരാൻ കിടക്കുകയാണ്. പ്രിന്റോട്ടേ വരാൻ കിടക്കുക എന്ന് പറയായിരുന്നു. PDF ശ്രമിക്കാം. ഇപ്പം ഈ റോഡെല്ലാം വഴി എങ്ങോട്ടാണ് നമ്മളിപ്പോ പോകുന്നത്? ഇതിപ്പോ ആലുവ സൈഡിലോട്ടാണ്. ഇത് പറയുന്ന സ്ഥലം എവിടാ? കുമ്പളങ്ങി നമ്മുടെ അങ്ങോട്ട് പോകണം. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ആ സൈഡാ, ആ സൈഡാ. അത് ഈ കുമ്പളങ്ങി ഇവിടെ എല്ലാം ഒരുപോലെ ഇരിക്കുന്നത്. ഈ വെള്ളം ഈ റോഡിന്റെ ലെവലിന് വെള്ളം ശാലം താന്ന് വെള്ളം നിൽക്കുന്നത്. ഈ കുമ്പളങ്ങി പിന്നെ കേട്ടിട്ടുണ്ട് ടൂറിസം കുമ്പളങ്ങി പിന്നെ ഇതുപോലെ ഒരു വൃത്തിയും മെനന്നില്ല സ്ഥലമാണ്. അതായത് ചേറിന് ഭയങ്കര സ്മെല്ലും ഈ വെള്ളത്തിന്റെ കായൽ വെള്ളത്തിന്റെ ഭയങ്കര സ്മെല്ലും പിന്നെ ആൾക്കാരും അങ്ങനെയാ. തോമസിന്റെ നാടാ. ആൾക്കാരെ കുറ്റം പറയുന്നല്ല, അതായത് ഏറ്റവും ലോക്കൽ ആൾക്കാരില്ലേ, അതായത് മീൻ പിടിച്ചൊക്കെ ജീവിക്കുന്നത് ആൾക്കാർ സ്വരീതികളും അങ്ങനെ തന്നെയാ. നമ്മള് ആൾക്കാരെ വില കുറച്ച് പറഞ്ഞതല്ല, അങ്ങനെ അവരുടെ കൾച്ചറും രീതിയല്ല. അല്ല, അതിന്റെ ലഭ്യത കൊണ്ടാണ് അങ്ങനെ വരുന്നത്. പിന്നെ നമ്മൾ ആ ജോലിയിലോട്ട് മാറുന്നതിന്റെ കാരണം ലഭ്യതയാണ്. അതെ, ചെമ്മീൻ കത്തോളം എല്ലാം അവിടെ ഉണ്ട്. ഇപ്പം ടർക്കി ചെന്നാൽ ഒരു സ്ഥലത്ത് മുഴുവൻ ഈ പശുക്കളുടെ ഇതിന്റെ എല്ലാം തോല് വരുവേ. തോലിന്റെ ഒരു സ്കാനിങ് വർക്കാണ്. മീൻസ് തോല് കൊണ്ട് ഓരോ ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിന് വേണ്ടി അവരത് ഷീറ്റാക്കി തരുവേ. അവിടെ കയറാൻ പറ്റത്തില്ല, ഭയങ്കര സ്മെല്ലാണ്. നെയ്യും പിന്നെ എല്ലാം ആസിഡും എല്ലാം കൂടെ കയറ്റി ഇറക്കി അവസാനം അത് റബ്ബർ ഷീറ്റ് പോലെ ആക്കി തരും അവർ. അതിൽ നിന്നാണ് പിന്നെ ബാഗും അതും എല്ലാം ഉണ്ടാക്കുന്നത്. നമ്മളെ നേരെ കിടന്ന വഴിയാ എയർപോർട്ടിലേക്ക് വേണ്ടി കളമശ്ശേരിക്ക് പോകുന്നത്. ഇതിപ്പോ നമ്മൾ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു പോകുന്നത്. ഇത് നേരെ ബാക്കിലോട്ട് പോയാൽ ലുലുമാളിന് അങ്ങോട്ട് ചെല്ലും. ഇതിൽ 6 വരി ഞങ്ങൾ ലുലുവിൽ പോയായിരുന്നു കേട്ടോ. പോയ സമയം പോകുന്നുള്ളൂ, അത്രേ ഉള്ളൂ. പിന്നെ എല്ലായിടത്തും ക്യൂ, ആൾക്കാരെ കാണാൻ കുറേ. അതേ ഉള്ളൂ. അവിടെ എല്ലാവരും 70% ആൾക്കാർ അവിടെ കാണാൻ വരുന്നത്. അതെ അതെ. പിന്നെ ലുലുവിന്റെ ഹൈപ്പർ മാർട്ടും ലുലുവിന്റെ ഇലക്ട്രോണിക്സ് കണക്റ്റും ലുലു ഡ്രസ് വേൾഡും ഈ 3 ആൾക്കാർ വരുന്നത്. ബാക്കിയുള്ള എല്ലാം ബ്രാൻഡഡ് കടകളാണ്. അവിടെയൊക്കെ അതിനുവേണ്ടിയുള്ള ആവശ്യക്കാർ മാത്രം വരാറുള്ളൂ. ഹൈപ്പർ മാർട്ടാണ് മെയിൻ, അവിടെ ആൾക്കാർ കൂടുതൽ വരുന്നത്. എല്ലാ സാധനവും ഒരുമിച്ച് വാങ്ങിച്ചോണ്ട് പോകാം. അല്ല, പിന്നെ ഫോറിൻ കോൺസെപ്റ്റ് ഇല്ലേ, ഒരു മോള് പോലെ നമുക്ക് അവരതുപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് എല്ലാ മാളിലും അവരുടെ സാധനങ്ങളും വന്നു. അതായത് ഇപ്പം ഫോറം മാൾ നമ്മൾ പറഞ്ഞില്ലേ, അപ്പുറത്ത് അവിടെയും ലുലുവിന്റെ ഹൈപ്പർ മാർട്ട് ഉണ്ട്. ഈ പറഞ്ഞ തൃശ്ശൂർ പോകുന്ന വഴിക്കുണ്ട് ഹൈലൈറ്റ് മാളൊക്കെ ഉണ്ട്, അവിടെ ലുലുവിന്റെ മാളുണ്ട്. ഇതുണ്ട് പാലക്കാട് ലുലുവിന്റെ തന്നെ ഹൈപ്പർ മാർട്ട് വന്നു. കോട്ടയത്തും വന്നല്ലോ. കോട്ടയത്ത് വരാപ്പുഴ പാലം, ഇവിടെ കാർ വരിക്ക് വേണ്ടി പുതിയ പാലം പണിത് പോകുന്നു. നമ്മളന്ന് ആലപ്പുഴയ്ക്ക് പോയില്ലേ, ഈ റോഡ് നേരെ അതാ വരുന്നല്ലേ, ടൗണിൽ കയറാതല്ലേ. ടൗണിന്റെ സെന്ററിൽ കൂടെ പോകുന്നത്. കൊച്ചിയെ മാത്രം ടൗണിന്റെ സെന്ററിൽ കൂടെ പോകും, വേറെ പോകാൻ മാർഗമില്ലല്ലോ. കൊച്ചി തന്നെ ഒരു തൊട്ടയായിട്ടാണ് നിൽക്കുന്നത്. കൊച്ചി അപ്പുറത്തും ഇപ്പുറത്തും വെള്ളം നിൽക്കുന്നത്, വേറെ വഴി മാറി പോകാൻ വഴിയില്ല. ഈ ഹിന്ദിക്കാരൊക്കെ വന്നില്ലായിരുന്നുണ്ടായിരുന്നു ഈ മലയാളികളെ കൊണ്ടൊന്നും ഈ പണി നടക്കുന്നത്. ചിലപ്പോൾ 100 വർഷം എടുത്താൽ
അവർക്ക് ഐഡിയ ഉണ്ട്, പെട്ടെന്ന് കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യും. അതെ അതെ. പെരിയാറിന്റെ ഏറ്റവും ആഴം കൂടിയ സ്ഥലമായിട്ട് ആന്നേ, നല്ല പൊക്കത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതെ അതെ. പക്ഷെ ഇത് 2018 ഇതിന് മണ്ടപ്പടെ വെള്ളം വന്നു പറയുമ്പോൾ നോക്കി നോക്കി. ഇതിന് മണ്ടേ കൂടെ പോയേ ഡാം എല്ലാം കൂടെ ഒന്നിച്ച് തുറന്നു വിട്ടപ്പോഴത്തേന് ഡാം തന്നിട്ട് തന്നെയല്ല, കടല് വേലിയാറ്റമായിരുന്നു. വെള്ളം ഇറങ്ങുന്നില്ല. ഈ വെള്ളം അങ്ങോട്ട് ഇറങ്ങുന്നില്ല, വെള്ളം ഇങ്ങോട്ട് തന്നെ തള്ളി നിന്നു. അത് സംഭവിച്ചല്ല, എന്തായാലും വെള്ളം വന്നാലും കടലിലോട്ട് പോകുമല്ലോ. വേലിയാറ്റം വന്നപ്പോഴത്തേക്ക് പക്ഷെ ഞങ്ങളുടെ കിഴക്കൻ മേഖലയിലും എല്ലാം വെള്ളം പൊങ്ങിയെന്നേ. അത് പമ്പയില് അതെല്ലാം കായലിലോട്ടാണല്ലോ ചെല്ലുന്നത്. കായല് തുടങ്ങിയിട്ടാണല്ലോ അങ്ങോട്ട് ചെല്ലുന്നത്. പമ്പയിലും വെള്ളം പൊങ്ങി. മഴ കണ്ടിന്യൂസ് വന്നപ്പോഴത്തേക്കും വെള്ളം വരുന്ന വെള്ളമേ. എന്നാൽ അങ്ങനെ വെള്ളത്തിന്റെ വിഷയം വരാൻ ഞാൻ ഇടുക്കിക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ ആൾക്കാരെല്ലാം വയറ്റില പറവ് ഞങ്ങളുടെ അച്ഛൻ ഈ പറവൂർ പഠിപ്പിച്ചതാണ്. അന്ന് ഇവിടെ താമസിച്ച അന്ന് ആലപ്പുഴ വഴിക്കാണ് അവർ വരുന്നത്. ബോട്ട് വഴിക്കാണ്, ബോട്ടിനൊക്കെയാണ് കയറി. അവിടെയും പറവൂരുണ്ട്. എവിടെ? താഴെ ഈ അരൂര് അവിടെ പറവൂരുണ്ട്. ആ, ഈ വടക്കൻ പറവൂരിന്നാണ് ഞാൻ പറയുന്നത്. പറവൂർ ഇത് വടക്കൻ പറവൂര്, തെക്കൻ പറവൂര്. ആ, വടക്കൻ പറവൂരായിരുന്നു ഞാൻ പഠിപ്പിക്കുന്നത്. ഗവൺമെൻറ് സ്കൂളിലായിരുന്നു. ആദ്യമൊക്കെ ഗവൺമെൻറ് സ്കൂളിൽ അപ്പോയിൻമെൻറ്റ് കിട്ടുമ്പം അവർ ദൂരെയോട്ടാണ് വിടുന്നത്. പിന്നെ പിന്നെ അവർ നാട്ടിലോട്ട് കൊണ്ടുവരുന്നു. നിർത്തി പോകുന്ന പോക്കണം. ഇതാണ് വരാപ്പുഴ, കൊച്ചിയിലെ ആദ്യകാല മാർക്കറ്റ്. പാലം വന്നു കഴിഞ്ഞപ്പോഴാണ് വികസനങ്ങൾ വരാൻ തുടങ്ങി. അതിന് മുമ്പേ അത് ഇരുന്ന് പോയി. ഫിഷ് മാർക്കറ്റും ബാക്കി വെജിറ്റബിൾ മാർക്കറ്റും എല്ലാം വരാപ്പുഴയായിരുന്നു. ഇപ്പോഴും കടക്കാരൊക്കെ ഇവിടെ വന്നിട്ട് പച്ചക്കറി എടുത്തോണ്ട് പോകുന്നു. വരാപ്പുഴ ഇവിടെ ആ ലെറ്റിൻ്റെ ഏറ്റവും വലിയ നിങ്ങളുടെ സഭയുടെ ഹെഡ് ക്വാർട്ടർ അല്ലേ? ലാറ്റിന്റെ വരാപ്പുഴ രൂപതം കണ്ട ഇവിടെ നമുക്കൊരു ചായ എവിടെയാണ് കിട്ടുകയാണെങ്കിൽ ഇവിടെ തൊട്ടപ്പുറത്ത് ചെല്ലുന്നാണ് ഇപ്പൊ തന്നെ. അവിടെ ചെല്ലുമ്പോൾ ചായ കിട്ടും. ചെറിയ കടവുണ്ട്. അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ വെള്ളം കണ്ടോണ്ട് കുടിക്കുക. കട ഉണ്ടായിരുന്നു അവിടെയൊക്കെ. ചെല്ലുമ്പോ ഇന്ന് മെയ് ദിനം ആയതുകൊണ്ടേ ഞാൻ ലോട്ടറി അടിച്ച സന്തോഷം. അവിടെ ചെന്ന് ചായ കുടിക്കാതെ ഞാനോർത്ത് ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞപ്പോ ഇനി ലോട്ടറി അടിച്ചോന്ന് എല്ലാം തീർന്നു. ഇപ്പോൾ പോക്കറ്റ് മണി എല്ലാം തീർന്നു. ഞങ്ങൾ തിരിച്ച് നാട് പിടിച്ചാൽ മതി എന്നുള്ളത്. നമ്മൾ വേറെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിലുള്ള പൈസ മൊത്തം തീരുന്നത് വഴിക്ക് തീരുമെന്നറിയില്ല. നാളെ അയാൾക്ക് എത്ര ഇത് നേരത്തെ പണിയാണ് ഇവിടെ കാർപ്പൻ്റർ? അയാൾ രാവിലെ വരുമോ? ആൾക്കറിയാം. ഇന്ന് വന്നില്ല, ഇന്ന് വരുന്നുണ്ടല്ലോ പറഞ്ഞത്. മെഷർമെന്റ് എല്ലാം എടുത്താ ഞങ്ങളില്ലായിരുന്നു ഇവിടെ. ലേബറിനെ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കും. വലിയ കാര്യമൊന്നും ഇല്ല, ചുമ്മാ അങ്ങ് ഒരു കാരണം പറയുന്നുള്ളതേ ഉള്ളൂ. വന്നിട്ട് പണി ചെയ്യേണ്ട പോയി. നാളെ വരാം. ഇവിടെ ഉള്ളവരെല്ലാം അങ്ങനെയാ. ദിവസക്കൂലിയാണോ അതോ? എല്ലാം കൂടെ ഒരു എസ്റ്റിമേറ്റ് ആണ് 7,000 രൂപയുടെ. അതൊക്കെ നിന്നല്ലോ. ചെറിയ കേസുകളൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. നാളെ ഉച്ചയ്ക്ക് നമുക്ക് എവിടെയും പോയിട്ട് നാളെ കഴിഞ്ഞ് രാവിലെ ഇങ്ങനെ വന്നാലോ? ഷേനി അല്ല, പുള്ളി തീർത്തിട്ട് പോയിട്ടെ നമുക്ക് ഇവിടെ അടുത്ത എവിടെയെങ്കിലും ഒരിടത്ത് പോയി. കാരണം ആ ചൂടത്ത് കിടന്നു തുടങ്ങിയാൽ നമുക്ക് അവിടെ ഇല്ല പനി പിടിക്കുന്ന. കാരണം കാരണം യാത്ര ചെയ്യണം, പിന്നെ ഉടനെ എന്നാണ് ജോലി ഉറങ്ങാൻ വേണ്ടിയല്ലേ. എല്ലായിടത്തും അതിഭയങ്കര ഉഷ്ണം. കോട്ടയത്താണേലും നമ്മൾ ശീലിക്കാത്തതുകൊണ്ടുണ്ടല്ലോ. മഴ പെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതെ അതെ. എല്ലായിടത്തും ഒന്നും AC ഒന്നും ഇല്ലല്ലോ. പക്ഷെ ഇവിടെ താമസിക്കുന്നവർക്ക് AC ഇല്ലേലും. അതെ അതെ. അല്ല, അവർക്ക് അതിന്റെ സെറ്റപ്പ് ഉണ്ട്. നമ്മുടെ എന്നും കിടക്കുന്ന കട്ടിലേ നമുക്ക് ഒഴിയുന്നോ ഇതൊന്നും ഫീൽ ചെയ്തില്ല. ഈ പ്രതിരോധശേഷി എന്ന് പറയുന്ന പോലെ അതെ അതെ അവർക്ക് ആ സ്കിൻഡങ്ങായി. എല്ലാവരും മൃഗപ്പുഴി കാണാൻ പോകുന്നതാണോ?
ഇതൊക്കെ വരാപ്പുഴയിൽ തന്നെയാണോ അതോ വരാപ്പുഴ തന്നെ വരാപ്പുഴ ഇതൊക്കെ എല്ലാം സ്വന്തം സ്ഥലങ്ങളാണ് എല്ലാവരുടെയും ഫാം ഹൗസ് പോലെ. പക്ഷെ ഇവിടെ വെള്ളം കയറിയില്ല. ഇവിടെ കായലില് വെള്ളം ഇറങ്ങിപ്പോയി, ഇവിടെ കയറിയില്ല. ആ പെരിയാറിന്റെ തീരം മാത്രമേ വെള്ളം പ്രശ്നം ഉണ്ടായുള്ളൂ. എത്ര ഫ്ലാറ്റുകളിലാണ് വെള്ളം കയറിയത്. പശു ചില സ്ഥലം നമ്മൾ ഭയങ്കരമായിട്ട് നമുക്ക് അതിശയമായിട്ട് തോന്നും. ഈ കുമ്പളങ്ങിയൊക്കെ പറഞ്ഞ വെള്ളത്തിൽ താഴ്ന്നു കിടന്ന സ്ഥലമാണ്. അവിടെ ഒന്നും വെള്ളം കയറിയില്ല, മഴക്കാലത്ത് വെള്ളം പൊങ്ങിയേയില്ല. പക്ഷെ അതിനേക്കാൾ വെള്ളം പൊക്കമുള്ള ഈ ആറുകൾ വന്നിടത്താണ് വെള്ളം കൂടുതൽ പൊങ്ങിയത്. പശു ആടും എല്ലാം പട്ടിയെല്ലാം ഇത് മാത്രം ഒഴുകിപ്പോയി. അന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോയതിൻ്റെ ചാർജ് പറഞ്ഞില്ലായിരുന്നു. ഞാൻ വേണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ അവിടെ 2 കിലോമീറ്റർ റെയിൽവേ സ്റ്റേഷനിൽ പോയതിൻ്റെ ചാർജ് ആവശ്യമില്ലാത്ത കേസുകളൊന്നും പറയണ്ട. ഇതൊക്കെ നമ്മൾ അത്തലങ്ങ് തീർന്നു. അത്രയുള്ളൂ. ഇതും വേണ്ട. ഇത് ഞാൻ കൊണ്ട് കടമക്കുടി കാണിച്ചാൽ പറഞ്ഞതുകൊണ്ട് അതിന് അങ്ങനെയൊക്കെ രക്ഷപ്പെടാനായിരുന്നു ഞാൻ പണ്ടേ രക്ഷപ്പെട്ടു പോയത്. അതൊന്നും വലിയ കഥയുള്ള കേസല്ല. ഇന്ന് വേറെ പരിപാടി ഓട്ടം കുറവായിരുന്നു. എന്നാൽ അതുകൊണ്ട് പിന്നെ നിങ്ങളെന്നാ വന്നെങ്കിൽ താങ്ക് യു. ചോദിച്ചത് നന്നായി. കാരണം ഞങ്ങൾ പോയതിനായിരുന്നു, എവിടെയെങ്കിലൊക്കെ ഒന്ന് പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. ഞങ്ങൾ വെളുപ്പിന് എഴുന്നേറ്റാ, കാരണം കോട്ടയം പിടിക്കണമല്ലോ. 2-3 അടുത്ത് കയറി. ഹൈബീഡിന്റെ വീട് അതെയോ, വരാപ്പുഴയല്ലേ? ഇതൊരു ഇതിൻ്റെ പറയുന്ന ഗ്രന്റിയോ ഗോറോട്ടോ അല്ലേ? ഗോട്ടോ ഇംഗ്ലീഷ് മീനിങ് ഫ്രഞ്ച് വേർഡ് തന്നെയാണ്. ഫ്രഞ്ച് വേർഡ് തന്നെയാണ്. അല്ലെ ഇറ്റാലിയൻ വേർഡ് കണ്ടത് ഗ്രോട്ടോ. പള്ളികളുടെ ഫ്രണ്ട് ഇരിക്കുന്ന അതെ അതെ ഞങ്ങൾ പറയുന്നത്. അതിന്റെ അർത്ഥം നമ്മൾ നോക്കിയിട്ടില്ല. അല്ലെ, അത് എനിക്കും അതിന്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ അറിയത്തില്ല. പണ്ടോട്ട് ഇങ്ങനെ ഗ്രോട്ടോ ലോട്ടോ എന്ന് പറഞ്ഞു നമ്മൾ അതിന്റെ അർത്ഥവും നോക്കിയിട്ടില്ല. അത് ഇറ്റാലിയൻ വേർഡ് ഗ്രോട്ടോ. ഈ അസീസി എന്നൊക്കെ പറയുന്ന പോലെ ഗോട്ടോ, അതിൽ ഇവിടെ എല്ലാം നമുക്ക് ഇറ്റലിയുമായിട്ടാണല്ലോ ബന്ധങ്ങളെ, പള്ളികളുമായിട്ട്. ഇവിടെയൊക്കെ റോഡ് ലെവലാണ് വെള്ളം കിടക്കുന്നത്. ഇതുവഴി ഇപ്പോൾ സുജിപത്തിനൊക്കെ പോവുകയാണെങ്കിൽ പറഞ്ഞാൽ വാ. അതെ, പുള്ളി എന്നാ കൊണ്ടായാലും പുള്ളി അങ്ങനെ പറയും. അതൊക്കെ ചെമ്മീൻ കിട്ടുള്ളാന്ന് എനിക്ക് തോന്നുന്നു. നന്നായിരിക്കണം. കണ്ടൽക്കാട് അറിയുന്നത് വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല, കണ്ടൽക്കാടായതുകൊണ്ട്. അതെ അതെ. പുള്ളിക്കാരൻ പറയും, ഓ എന്നാ ആ വൈഫിനെ മോനെ കൊണ്ടുവരേണ്ടതായിരുന്നു. അത് അവതരണത്തിന്റെയാ, പലതും പുള്ളി അല്ലെങ്കിലും പുള്ളിയുടെ അവതരണത്തിന്റെയാണ്. അതിൻ്റെ അതൊരു ആകർഷണീയം. പുള്ളിക്കാരൻ പുസ്തകം പോലും എഴുതാൻ തുടങ്ങിയല്ലോ. സാഹിത്യമൊക്കെ ഇപ്പോഴാണല്ലോ ആയത്. പക്ഷെ പണ്ടേ എഴുതുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ പോലും ഇതാണ് എല്ലാരെ കൊണ്ടും. അതെ, കടമക്കുടി വെള്ളത്തിൽ ഇങ്ങനെ പത പോലെ കിടക്കണം. ഇതിപ്പോൾ ആദ്യമായിട്ട് കാണുവാണല്ലോ. വേസ്റ്റിൻ്റെയാണ്. വെള്ളത്തിന് ചലനം കാണുകയല്ല, ഇവിടെ നമ്മൾ നിൽക്കുകയായിരിക്കും. സിനിമ സെറ്റ് ആണ് ഉണ്ടാക്കുന്നുണ്ടല്ലോ. അതെയോ? മറ്റേ അവിടെ സൈഡെല്ലാം മറച്ചു കെട്ടി കപ്പൽ പോലെ ഉണ്ടാക്കുന്നുണ്ട്. ബാക്കില് അങ്ങോട്ട് അവര് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല. ലോക്കൽ സംഭവം ഉണ്ടാക്കി വെച്ചിട്ട് ഇമാരി ഗ്രാഫിക്സാലും എഡിറ്റിംഗിലും ഒക്കെ അല്ലേ നമ്മൾ കാണുമ്പോൾ വലിയ സംവിധാനമായിട്ട് തോന്നുകയും ചെയ്യും. അതെ, പിന്നെ തീർച്ചയായിട്ടും ഇതൊക്കെ കാണേണ്ട സ്ഥലം. എന്റെ മനസ്സ് വിഷമിക്കുന്നവർക്ക് പറയുന്നതാണോ? അല്ല, ഈ ആലപ്പുഴയിലൊക്കെ ഇപ്പൊ ഇങ്ങനെ കിട്ടുന്നതല്ല. അതുകൊണ്ട് ഞാൻ ചെമ്മീൻ കിട്ടുക കേട്ടോ. ഞങ്ങള് സ്വല്പം കിഴക്കാ സത്യത്തിൽ. ടച്ച് ഉള്ളതുകൊണ്ട് ചങ്ങനാശ്ശേരി വരുന്നോണ്ട് ഇതെല്ലാം അറിയാം. കോളേജിലൊക്കെ പോകുന്ന വഴി എന്നൊക്കെ പറഞ്ഞാൽ സംഭവങ്ങളൊക്കെ. അതെ അതെ.
ഇവിടെ വീടൊക്കെ ഉണ്ട് വെള്ളത്തിനകത്തായിരിക്കുന്നത്. അപ്പുറത്തെ നീല കളർ വീടൊക്കെ ഉണ്ട് വെള്ളത്തിനകത്തിരിക്കും. അവരൊക്കെ എങ്ങനെ ജീവിക്കുന്നത്? വെള്ളം മുങ്ങിപ്പോയി. അല്ലല്ലോ അവിടെ ആളുണ്ടോ? അതിന്റെ മേളിൽ തുണിയെല്ലാം അലക്കി. അല്ല ഉണ്ട്. അതാ പറഞ്ഞ അവരെ വെള്ളത്തിലേ ഇവിടെയൊക്കെ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ വാഴ തണ്ട് വെട്ടിയിട്ട് അകത്തെ വെച്ച് ദവിപ്പിക്കുന്നത്. അതെയോ? കുഴിച്ചിടാൻ വേണ്ടി പറ്റൂല, വെള്ളം കുഴുത്താൻ പറ്റില്ല. വാഴ ഇങ്ങനെ വെട്ടി മുറിച്ച് കെട്ടിയിട്ട് തലോട്ട് വെക്കും. എന്നിട്ട് അടുക്കി കത്തിക്കും. ബാക്കിയുള്ളത് കായലിലോട്ട് വീണോളും പൊടിഞ്ഞു കഴിയുമ്പോൾ. പിന്നെ ഇലക്ട്രിക് ശ്മശാനങ്ങളൊക്കെ ഇഷ്ടംപോലെ വന്നതുകൊണ്ട് അത് തന്നെ കണക്ടിവിറ്റി വന്നല്ലോ നമുക്ക്. വഴികളെല്ലാം. അതെ അതെ. പണ്ട് ആറ്റിലൊക്കെ വെള്ളം പോയി കഴിഞ്ഞാൽ അക്കരയ്ക്കൊന്നും പോകാത്തപ്പോഴൊക്കെ പള്ളിക്കാർക്ക് ഇതൊക്കെ റോഡൊക്കെ മണ്ണിട്ട് പൊക്കി ആ റോഡാക്കിയതാണ്. അതെ അതെ. ഇതൊക്കെയാണ് ഇവിടുത്തെ കാണാനുള്ള സാധനങ്ങൾ. നല്ല നല്ല സ്ഥലമാണ്, പ്രകൃതി രമണീയമായ. ആൾക്കാരിപ്പം ഇഷ്ടംപോലെ വന്നിവായിട്ട് ഈ പിള്ളേർ സെറ്റൊക്കെ വന്നേ സൈഡ് അത് ഈ വണ്ടികളുള്ളതുകൊണ്ടേ, 2 വീലറൊക്കെ ഉള്ളതുകൊണ്ടേ നമുക്ക് എവിടെ വേണമെങ്കിൽ പോകാമല്ലോ. ഇങ്ങനെ വന്ന് രാത്രി വരെ എവിടെയെങ്കിലും ചെയ്യും. ഇവരൊക്കെ ആലപ്പുഴയിൽ നിന്നും തൃശ്ശൂരിൽ നിന്നൊക്കെ വരുന്നവരായിരിക്കും എന്ന് ചോദിച്ചു. വെള്ളത്തിന് അത്ര താക്കമുള്ളൂ. ആ പുള്ളി നടക്കുന്നില്ലേ, ആ താക്കമുള്ളൂ. മീനുകളെ ഇഷ്ടംപോലെ ആളുണ്ട് കേട്ടോ. ഞാൻ ആദ്യമൊക്കെ ഇവിടെ വരുമ്പോൾ ഉണ്ടല്ലോ, കടമക്കുടി എന്നുള്ള പേര് നമുക്ക് വരുമ്പോഴത്തേക്കും ആരുമില്ല, കടകളില്ല, കള്ള് ഷോപ്പായി. പ്രസിദ്ധമായ കടമക്കുടി അല്ലേ? ഇവിടെ നാരായണ തള്ളി ബോട്ടൊക്കെ. ഓക്കെ ഓക്കെ. ബോട്ടിങ്ങിന്റെ ഓഫീസാന്ന് തോന്നുന്നു. അഡ്വഞ്ചേഴ്സൊക്കെ പുതിയത് വന്നാണ് കേട്ടോ. ഓരോ സാധനങ്ങൾ വരുമ്പോഴത്തേക്കും ഞാനിപ്പോ കുറെ നാളെ വന്നിട്ട് എനിക്ക് വലിയ സുഖം തോന്നുന്നത്. വഞ്ചി യാത്ര ആയിക്കോട്ടെ. ചായ ഉണ്ടെങ്കിൽ കേട്ടോ, നമുക്കൊരു ചായ മതി. പ്രായമുള്ളവർക്ക് കളിക്കാൻ വേണ്ടി ഇതായി ഇത് കണ്ടോ, സാധനങ്ങൾ വികസിക്കാൻ പെട്ടെന്നുള്ള വികസനമായിട്ട് ഇത്. ഇതുപോലെ 1 കൊല്ലം കൊണ്ടുള്ള വികസനങ്ങൾ അവിടെ മൊത്തം ഇത്. അതിനർത്ഥം അത്രയും ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് പാർക്കിംഗ് അങ്ങോട്ട് ഇവിടേക്ക് ഈ വെള്ളമാണ് ഇവർ. ആ ദിവസം കൂട്ടുകാരോണ്ട് ഞങ്ങൾ തന്നെ വിളിക്കുന്നുണ്ട്, ആരും ഇല്ലാതെ. അതെ, ഈ തന്നെ പിന്നെ വെള്ളം കാണാനേക്ക് വണ്ടിയൊന്നും അതെ. ഇന്ന് അവധിയല്ലേ? അതെ, കോളേജ് അവധിയാണ്. വെള്ളത്തിന് കാലത്തിരിക്കാനേ വെള്ളം കൊണ്ട് റോഡ് ലെവലിനെ വെള്ളം മുങ്ങിച്ചാൽ ചാവുമെന്നും പഠിക്കണ്ട. അതെ അതെ. ഓക്കെ, കുഴപ്പമില്ല. അവധി ദിവസം കണ്ടിരിക്കും കട. നടപ്പൂത്തിട്ടുണ്ടോ? പോയില്ല. ആൾക്കാർ അതിലേക്ക് നടന്നു പോകുന്നുണ്ടോ? അതെ അതെ. ഇത് സത്യത്തിൽ ഉപ്പുവെള്ളമാണോ അതോ കായൽ വെള്ളമാണോ? ഉപ്പല്ലേ? കാരണം മീൻ വെള്ളം. അതെ അതെ, ഫാമിലിയും ഉണ്ട്. അതൊന്നുമില്ല, വരുന്ന ആൾക്കാർക്ക് ഇതുപോലെ അതിന് ഇച്ചിരി റോഡ് ഇച്ചിരി ഇതായതുകൊണ്ട് 2 വീലറിന് വരുന്ന ആൾക്കാരാണ് കൂടുതൽ. ഇവിടെ ചോദിക്കാം നമുക്ക്. വേറെ ഉണ്ടോ? ഇല്ല, ചോദിക്കാം ഇവിടെ.
നിങ്ങളല്ലേ എവിടെ നിന്ന് വന്നവരാ? ഞങ്ങൾ എറണാകുളം. കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല. പറഞ്ഞു. എൻ്റെ പേര് പ്രിജു. ആകാശ്. ഞാനില്ല ഇതിനകത്ത്. നിങ്ങളുടെ സ്റ്റുഡൻസ് ആണോ? സ്റ്റുഡൻസ് അല്ല, വർക്ക് ചെയ്യുക. എവിടെ? ഞങ്ങളവിടെ കമ്പനിയിലാണ്. എന്തുമായിട്ടാ? പുറം എന്തുമായിട്ടാ? ഞങ്ങളവിടെ അത് അസംബ്ലിയിലാണ്. പേടിക്കണ്ട മക്കളെ. മെക്കാനിക്കൽ വർക്കാണോ? ആ, മെക്കാനിക്കൽ വർക്ക്. ഞങ്ങളിപ്പം പുറത്താണ്. ഞങ്ങൾ ബേസിക്കലി കോട്ടയംകാരാണ്. അമേരിക്കയിലാണ്. അവർ ഞങ്ങൾ 2 ആഴ്ച അവധിക്ക് വന്നിട്ട്. അപ്പം ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി. താങ്ക് യു. ഓക്കെ. ഇതെല്ലാം പ്രത്യേകിച്ച് പറയാനുണ്ടോ? പാട്ട് പാടും. അങ്ങനെ കഴിവുകളൊന്നും എന്നാ പറഞ്ഞേ? എന്തും പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി. ചേട്ടാ തിരിച്ചു പോകാൻ നേരത്തെ ഏതൊരു പാട്ട് പാടാ? അങ്ങനെ കടമിഴിയിൽ കമണതല്ല. അത് വേണ്ട, അത് വേണ്ട. ആ ശരാശ പാട്ടെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഏത് പാട്ടൊക്കെ പാടുന്നേ? ചന്ദ്രിക സ്വയം വരയ്ക്കുന്ന എല്ലാരും പറഞ്ഞു കൊടുക്കുകയാണ്, പക്ഷെ ഒന്നും വരുന്നില്ല. അതെ, ഇവൻ ഫ്ലൂട്ടിസ്റ്റാ. സണ്ണി ചാനലിന്റെ പേര് ഞാൻ പറഞ്ഞു. എൻ്റെ അറ്റത്ത് വല്ലതും ഉണ്ടോ? ഗുഡ് വർക്ക്. വല്ലതും കിട്ടിയാൽ തന്നെ ചെയ്യുന്നത്. അവിടെ കോട്ടയുണ്ടോ? ആ, വലുതിനെ വല്ലതും കിട്ടും. എന്നും ചെയ്യുന്നതാണോ? എന്നും ചെയ്യുമോ ഇത്? ഇല്ല, അവധിക്കാലത്തൊക്കെ. അതിൻ്റെ അറ്റത്ത് ഒന്നും ഇല്ലല്ലോ. ഉണ്ടല്ലേ? ആ, ഇതിൻ്റെ അകത്ത് കിട്ടിയോ? ഇവിടെ കിട്ടിയോ? ഓ, അവരെന്നാവല്ലോ പറഞ്ഞു. കപ്പ 2 തിലോപ്പിയ കറി, ഒരു സർവിങ് കപ്പയും കൂടെ 140. വാ, കയറുവാണോ? ഇച്ചിരി ഒന്നുകൂടെ ആ വളവ് വരെ പോയിട്ട് ഓടി വരുന്നേ. നമ്മളിവിടം വരെ വന്നില്ലേ? നടക്കുന്നുണ്ട്. അപ്പുറത്തുണ്ട്. മൂത്രം ഒഴിച്ചാൽ കൊള്ളാം. ഐസ്ക്രീം കട. ആൾക്കാരെ ഒരു തിരക്കിൻ്റെ അകത്തുനിന്ന് ആ പുള്ളിക്കാരി പറയായിരുന്നു, ഇതായിപ്പോയി, ഇന്ന് ആള് കുറവാന്ന് പ്രതീക്ഷിച്ച, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ കറികളുണ്ടായിരിക്കും. ഓ, ഇന്ന് പക്ഷേ ആള് വന്നല്ലേ? ഞാനതുവഴി വന്നു നോക്കിയിട്ട് ഓടി വരുന്നു.
പുള്ളി പോയോ എടി മുമ്പോട്ടെ? ഇനിയും പോയാൽ തിരിച്ച് നടക്കണ്ടേ? നിൻ്റെ പൊതി ഉണ്ടോ? അല്ല പൊടി വണ്ടിക്കകത്ത് വെച്ചു ഇവിടെ മതി. മതിയോ? അപ്പം ഞമ്മനാണേ കിടക്കുന്നത്. അല്ല അത് വേറെ അപ്പോൾ അതായിരിക്കും ചിലപ്പോൾ പൊറോട്ട വാങ്ങിയാൽ വേണ്ടി. നമ്മളെ കാണുമ്പോൾ നിർത്തും. അപ്പോൾ കാലം ഒരു ഫോൺ യൂസ് ആയിരുന്നു ഇങ്ങോട്ടിങ്ങോട്ട്. പുള്ളി അങ്ങോട്ടാ പോയത്? അറിയത്തില്ലേ, വിളിക്കാം അല്ലേ? വരയുടെ സൈഡിൽ നടന്നാലേ ഒക്കത്തുള്ളൂ. യമനെ വിളിക്കാം. കാരണം ഈ പിള്ളേർ കണ്ടില്ലേ ഈ മരത്തെ ഇരിക്കുന്നത്, അത് വലിയൊരു അനുഭവം കേട്ടോ. വെള്ളത്തിന് താക്കമില്ലാത്തോണ്ട് പേടിക്കണ്ട. പേടിക്കാൻ വേണ്ട. ഈ സൈഡിലെല്ലാം ഒരു വാളംപുള്ളി പിടിപ്പിച്ചേ. നെല്ലി മരം, നെല്ലി അതൊക്കെ കവറ്റിക്കളയാതെ വളർന്നു കിട്ടുവാണെങ്കിൽ. നെല്ലി അല്ല, അതെല്ലാം വളംപുളി. ഇതെല്ലാം വളംപുളി. എല്ലാം വാളംപുള്ളി. അതൊന്നും നെല്ലി കേട്ടോ, ചെറിയ ഇറക്കി നെല്ലിയുണ്ട്. ഇനിയിപ്പോ അങ്ങോട്ട് മറ്റേ ഹോം സ്റ്റേ സാധനങ്ങളൊക്കെ. ഇത് സുജിഭക്തം കാണിച്ച ഏരിയ. നമുക്ക് ഇച്ചിട്ട് അങ്ങ് തിരിച്ചങ്ങ് പോവാം. ഇവിടെ എല്ലാം കെട്ടിടങ്ങൾ പണിയുന്നുണ്ട് ഹോം സ്റ്റേക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെയൊക്കെ ഒരു രാത്രി വന്ന് താമസിക്കാനൊക്കെ ആണല്ലേ പൊതുവായിരിക്കും അല്ലേ? ചെയ്ത് വെച്ചിട്ടുണ്ടോ? കായലിന്റെ സൈഡിൽ ഇങ്ങനെ കൊതുക് വലിയ ശല്യം ഉണ്ടെന്നാണ് പറയുന്നത്. ഈ കനാലൊക്കെ ഉള്ളിടത്താണ്. അസ്തമ സൂര്യന്റെ ആണോ? ഓ ഇല്ല, പിന്നെ എല്ലാം കൊണ്ട് മൂടലുള്ളതുകൊണ്ടേ സൂര്യാസ്തമയം കാണാൻ പറ്റൂല. ഇത് നല്ല സുഖം ഇരിപ്പം. വീണാലും ചാടിയല്ല, എഴുന്നേറ്റ് തന്നാൽ മതി. എന്നാൽ വെള്ളത്തിൻ്റെ സെറ്റപ്പ് മുഴുവൻ കിട്ടുകയും ചെയ്യും. അത് ഈ സിനിമയിലെ മഴ കാണിക്കുന്നത് മുകളിൽ ബക്കറ്റിൽ വെള്ളം ഒഴിക്കുന്നതാണത് പിന്നീടല്ലേ മനസ്സിലാകുന്നത്. അതൊക്കെ ആൾക്കാർ പുതിയ പുതിയ വഴികൾ കണ്ടുപിടിച്ച് പോകുന്ന. ഓരോ കപ്പിൾസ് മാറും, വേറെ ആൾ വന്നിരിക്കും, വേറെ ആൾ വരും, വേറെ ആൾ. ഇപ്പം അവധി ദിവസം എത്ര ആള് അല്ലെങ്കിൽ എത്ര ആളൊന്നും. അതാ ഷൈനി കടയൊക്കെ പറഞ്ഞെന്നു, അതിനൊട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷേ പേര് വന്നു. ആർക്കും ജോലിയില്ലല്ലോ. വെള്ളത്തിന് ആഴമില്ലാത്തതുകൊണ്ട് ആൾക്കാർ പേടിക്കുകയും വേണ്ട. അപകടങ്ങളുണ്ടായി. രാത്രി വീട്ടിൽ ചെല്ലാൻ മറ്റേ സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ ഞാൻ തന്നെ ഇവിടെ തുഴഞ്ഞാ നിൽക്കുന്ന, ആരും ഇങ്ങോട്ട് വെള്ളത്തിൽ ഇറങ്ങി ഇരുന്നിട്ട് വെള്ളത്തിൽ ഇരിക്കുക എന്നിട്ട് പറയുന്ന ഹരിശേഷം പറയുന്ന പോലെ ഞാൻ തന്നെ ഇവിടെ തുഴഞ്ഞാ നിൽക്കുന്ന, ആരും ഇങ്ങോട്ട് ഇറങ്ങരുതെന്ന് പറഞ്ഞാൽ അത്ര താക്കമുള്ളൂ വെള്ളത്തിൽ. അതെ അതെ. വണ്ടി ഇഷ്ടമുള്ളിടത്ത് പാർക്ക് ചെയ്യാം. ഇപ്പോഴൊക്കെ കുഴപ്പമില്ല. 2 ദിവസം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ ആള് കൂടുതൽ കാണുമ്പോഴത്തേക്കുണ്ടല്ലോ ഇവിടെ പാർക്കിങ്ങിന് പൈസ മേടിച്ചിട്ട് പാർക്കിങ് ആക്കും. അതൊക്കെയാണ് അവിടെയൊക്കെ ബോട്ടിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ ഇച്ചിരി വലിയ സെറ്റപ്പുകാരൊക്കെ വന്നിട്ട് ഇതൊക്കെ നെല്ല് വെച്ചിരിക്കുന്നത്.
പക്ഷെ ഇതൊക്കെ കായ്ക്കാണെങ്കിൽ ഇതൊക്കെ ചവിട്ടി പഠിച്ച് വലിച്ചു പറിക്കുന്ന ആൾക്കാർ വെല്ലുവിളി എല്ലാം വലിഞ്ഞു കയറി നമ്മൾ വിദേശ രാജ്യങ്ങളിലെ പോലത്തെ ഒരു രീതിയിലൊന്നും തുടരുതെന്നുള്ള ആ ഒരു അതൊന്നുമില്ല. ഇത് 18 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് ചാണോ ഈ പിന്നെ. ലൈസൻസ് എടുത്ത് ഓടിക്കും. പെണ്ണുങ്ങളൊക്കെ ഒരുമാതിരി ലൈസൻസ് കിട്ടിയ ആൾക്കാരെ കൊണ്ടുവരുള്ളൂ. പേടിച്ചല്ലേ. ഈ ബോട്ടിന്റെ പരിപാടിയൊക്കെ പുതിയ തുടങ്ങിയതാണ്. അല്ല ആയി വരുന്നുള്ളൂ, പബ്ലിക് അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. ഇതിപ്പോ ഈ യൂട്യൂബേഴ്സ് ആണല്ലോ എല്ലാ സ്ഥലങ്ങളും തളത്തുകയും വളർത്തുകയും ചെയ്യുന്നത്. അവര് മോശമാന്ന് പറഞ്ഞാൽ തീർന്നു, അവര് നല്ലതെന്ന് പറഞ്ഞാൽ. പക്ഷെ ഇത് ഒത്തിരി ഈ സാധാരണ ഇവിടെ മീൻ പിടിച്ച് അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് ദോഷമാണ്. അവർക്ക് റിസോർട്ടുകാർ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ പൈസ കിട്ടും, ഏറ്റവും താഴെക്കടയിലുള്ള ആൾക്കാർക്ക് ദോഷമാണ്. കാരണം അവർക്ക് പ്രൈവസി ആയിട്ട് മീൻ വളർത്താനോ പിടിക്കാനോ അതിനുള്ള സംവിധാനങ്ങൾ നടക്കുകയില്ല. ഈ ടാക്സി ഒക്കെ എറണാകുളത്തെയാണോ? മറ്റേ ഫോട്ടോ വെച്ച് യൂബറായിരിക്കും, ഒക്കെ യൂബറായിരിക്കും. അമ്മാമയൊക്കെ വെള്ളത്തിൽ നിന്ന് കയറി വരുന്നു. ഇതുണ്ടോ പിള്ളേർ വെള്ളത്തിൽ മീൻ പിടുത്തം അവിടെ. ഇത് മുമ്പേ കണ്ടാവേ ഇതവര് മീൻ പിടിക്കുന്നതാണോ? ഓ വേണ്ട ഇനി വൈകിട്ടാകുമ്പോൾ ആള് കൂടും. ഇനി ഈ വരുന്ന വണ്ടികളെല്ലാം ആൾക്കാർ ഇങ്ങോട്ട് വരുന്ന ഇവിടെ ഒത്തിരി വണ്ടി റിട്ടേൺ പോകുന്നില്ലല്ലോ, ആൾക്കാർ വന്നോന്ന് കൂടുമല്ലേ. അതെ, പാർക്കിംഗ് കണ്ടില്ല, എല്ലാം ടൈറ്റാ. സ്ഥലങ്ങളൊക്കെ പെട്ടെന്ന് വളരുന്ന വളർച്ച അവൻ തന്നെ വന്നിരിക്കും അവിടെ. ആള് കൂടുന്നുണ്ടെന്ന് അറിഞ്ഞ ഐസ്ക്രീം വണ്ടിക്കാരനൊക്കെ വിട്ടു വരുന്നുണ്ട്. എല്ലാം കോള് പിടിച്ചേ അത് പ്രൂഫ് ആയനായിരുന്നു. ഇടവഴി കൂടെ അവിടെ പോയിരുന്ന് മദ്യ പിടിച്ചിട്ട് ആൾക്കാരെ ഇങ്ങനെ കയറി വരും ബൈക്കുകാരൊക്കെ. ടാക്സി വണ്ടിക്കാരെ അങ്ങനെ ഒതുക്കുന്നതല്ലേ മോനെ. പിന്നെ ഒരു ദിവസം അതെ വളവിന് വന്നപ്പോഴേ അവര് വന്ന് നിന്നേ ഉള്ളായിരിക്കും. അത് കുറെ പേര് അവിടെ ഒതിച്ച് എഴുതിക്കുന്നുണ്ടല്ലോ ഹെൽമെറ്റ് ഇല്ലാത്തതും. നമ്മളെ സീറ്റ് ബെൽറ്റും ഉണ്ടായിരുന്നു. ഞാനത് ആദ്യം നോക്കി, ഇവരെ കണ്ടപ്പോഴും നോക്കിയതാ. പിന്നെ റൂൾസ് പറയുമ്പോണ്ടല്ലോ, ഈ വെള്ള ഷർട്ട് വേണമെന്നൊക്കെയാണ് റൂൾസ് ടാക്സിക്കാർക്ക്. എറണാകുളത്തിലുണ്ട് ഊർ ഓടുന്ന ഇപ്പൊ ആരും കൂടെ അങ്ങനെ വെള്ള ഷർട്ട് ഉണ്ടെന്ന് ഓടിക്കുക, വെള്ള ഷർട്ട് നടക്കാൻ പറ്റുമെന്ന്. ലോങ് പോകുമ്പോഴൊക്കെ വേണം. ബ്രോഡ്വേ മറൈൻ ഡ്രൈവിൽ അവിടെ പോകണം അല്ലേ? അതൊന്ന് പോയാൽ കൊള്ളായിരുന്നു. നാളെ ആയാലും കുഴപ്പമില്ല, നമുക്ക് ഇന്ന് പോകുമ്പോ എൻ്റെ മേനല്ലേ ഉദ്ദേശം, മറ്റേ ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാം കിട്ടാൻ നമ്മൾ കഴിഞ്ഞാണോ പോയിരുന്നു. നമ്മുടെ വടുതല ആ ഏരിയയിലെ ഈ പച്ചമരുന്ന് കിട്ടുന്ന കടയുണ്ടോ? പച്ചമരുന്ന് എന്ന് പറഞ്ഞാൽ അങ്ങാടി മരുന്ന്. നാളത്തേക്ക് മതി. ഇന്ന് പോകുമ്പോ നോക്കാം. ശരി. എന്നാ ഉദ്ദേശിക്കുന്നത്? പിന്നെ അങ്ങാടി മരുന്ന് രക്ഷയന്ത്രം പറഞ്ഞൊരു സാധനമുണ്ട്. അതിന്റെ ഒരു തടി. അതെ, തടി. പിന്നെ ഇരട്ടി മധുരം ഒന്നും പറഞ്ഞ് വേറൊന്നുണ്ട്. നമ്മുടെ നാട്ടിലാണ് ചുമ്മാ കിട്ടുന്ന സാധനങ്ങളൊക്കെ. ഓ, നിങ്ങളുടെ കട്ടപ്പന അതൊക്കെ എല്ലാ വീട്ടിൽ കൂടെ ഇങ്ങനെ ഓരോ കഷ്ണം കാണും. ഇങ്ങനെ മേത്ത് മൊത്തം പാടൊക്കെ പറിച്ചിടാൻ വേണ്ടി. അത് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടോ? മരം ഉണ്ടോ? മരമല്ല, അതൊക്കെ എല്ലാ വീട്ടിൽ കൂടെ ഓരോ പീസുകൾ ഇങ്ങനെ മേടിച്ചു വെക്കുന്നത് നല്ലതേ. അവിടെ എവിടെയെങ്കിലൊക്കെ പറമ്പിൽ നിന്നൊക്കെ കിട്ടുന്നതൊക്കെ എല്ലാ പാരമ്പര്യമായിട്ട് പെട്ടെന്ന് തീരുന്ന സാധനമല്ല. എത്തിയതിനൊക്കെ നമ്മളൊരു 50 കൊല്ലം ഇട്ട് ഉറച്ചാലും തീരുമൊന്നുമില്ല. വലുതൊന്നും വേണ്ട, തീരുന്ന സാധനമല്ല. അങ്ങനെ ഉറച്ചാലൊന്നും തീരുമൊന്നുമില്ല. ഈ പെട്ട് നമ്മളവിടുത്തെ ചെറുകടക്കാരൊക്കെ ഇവിടെ വന്ന സാധനം എടുക്കുന്നത് ഹോൾസെയിൽ പോലെ. ഇത് ഏത് റൂട്ടിലോട്ട് കയറി നമ്മളിപ്പം? ഇല്ല, നമ്മൾ അങ്ങോട്ട് ആ സിറ്റിയിൽ നിന്ന് റൗണ്ടിൽ നിന്ന് അങ്ങോട്ട് കയറുവാ, മറ്റേ ഹൈവേയിലോട്ട് കയറുവല്ല. മുമ്പ് ഇതുവഴി അല്ലല്ലോ. ആണോ? വരാപ്പുഴ മാർക്കറ്റിലോട്ട് അതിൽ ഞാൻ ഇതുവരെ നേരെ വരാപ്പുഴ.
ആൾക്കാരൊന്നും ഇല്ലാത്തോണ്ടാ വലിയ തിരക്കും വിളപ്പൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ അണ്ണാച്ചിര ഇതിൽ നേരെ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ എടപ്പള്ളിയിലോട്ട് ഇല്ലോ അങ്ങോട്ട് എടപ്പള്ളി. ആഹാ. പിന്നെ അടുത്ത പ്രാവശ്യമൊക്കെ വരുമ്പോൾ മേളിൽ കൂടെ പാലത്തിന് വന്നെ കൂടെ പോകേണ്ടത്. ഇത് ആലപ്പുഴ റോഡായി മൂളിക്കൂടെ പോകുന്നല്ലേ? ആ മുംബൈ ടു കന്യാകുമാരി നേരെ ഒറ്റ നേരെ. റോഡ് നേരെ വല്ലാർപാടം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിലെ നേരെ അങ്ങ് പോകാം. അതാവും വലിയ കുട്ടികളെ കയറാൻ പറ്റില്ല, അത് വേണ്ടതാണ്. ഇതിപ്പോ ഗൾഫിലെ സാധനങ്ങൾ മൊത്തം ഇപ്പൊ ഇവിടെ കിട്ടും. ആ എയർപോർട്ടിന് അവിടെ 2 നടയുണ്ട്. ഇപ്പൊ ആൾക്കാരെല്ലാം അങ്ങനെയാ. അജ്ഫാൻ എന്ന് പറഞ്ഞ വഴി തെറ്റിപ്പോയില്ല. ഇങ്ങോട്ട് കയറിയപ്പോഴത്തേക്കും താഴ്ക്കൂടെ പോകേണ്ടത് യൂബർ കാണിച്ചാണ്, ഇത് ഗൂഗിൾ കാണിച്ചാണ്. വ്യത്യാസമൊന്നുമില്ല. അതിലെ പോയിട്ട് വന്നപ്പോഴും അപ്പുറത്ത് ഇങ്ങോട്ട് ഇറങ്ങുന്നില്ല. ഇതാ കൊച്ചു പറപ്പിക്കുന്നുണ്ടോടി? അതെ, അതൊക്കെ ഓക്കെ, ജോലി കഴിഞ്ഞ് പോകുന്നതായിരിക്കും. ഇത് നേരെ പോയാലും നമുക്ക് മറൈൻ ഡ്രൈവിനോട് ചെല്ലാം. അതെ അതെ, ഇത് ഹൈക്കോടതിന്റെ അവിടെ ചെല്ലിയല്ലേ? അന്നേരം നമുക്ക് വടകര കടയിൽ കയറി തെറ്റാനത്തെ സാധനം മേടിക്കണമെങ്കിൽ അതിലെ കയറിട്ട് പോവാം. അങ്ങനെ ഇപ്പം കയറണം? അത് ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ബാങ്കുകൾ നടപടി ആകൂല കേട്ടോ, ബാങ്കുകളിലൊക്കെ ചോദിച്ചു. വേണ്ടത് പോസ്റ്റ് ഓഫീസിലും കൂടെ ചോദിക്കാനുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് അഡ്രസ് ഇല്ലാത്തതുകൊണ്ട് നാട്ടിലത്തെ പോസ്റ്റ് ഓഫീസ് വഴിയെ കുഴപ്പമില്ലെന്നേ. ബാങ്കുകാർ പറഞ്ഞു അതിന്റെ ഈ മാർച്ച് 30 മുമ്പായിരുന്നുണ്ടല്ലോ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടായിരുന്നു. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേലും നിങ്ങൾക്ക് പൈസ മാറിക്കൊണ്ടുപോയിരുന്നു. ഓ ശരി. അപ്പം SBIയിലും ചോദിച്ചു, ICICI ബാങ്കിലും ചോദിച്ചു. ബാങ്ക് വഴി അവർ മാർച്ച് 30 കൊണ്ട് ആ നോട്ടിന്റെ പരിപാടി അവർ തീർത്തു. പിന്നെ ഇത് വാല്യൂ ഉള്ള നോട്ടായതുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റിന് അത് പറ്റിയെന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും മാർഗം ഉണ്ടോ അന്വേഷിച്ച് നോക്കാമെന്ന് സുഹൃത്തിനെ വിളിച്ച് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് കുറച്ചാണ് കഴിയുമ്പോഴത്തേക്കും വല്ല മ്യൂസിയത്തിലൊക്കെ ആൾക്കാർക്ക് 1500 രൂപയ്ക്ക് ഒന്നും കൊടുക്കാന്ന്. 2000 രൂപ 900 കിട്ടിയാലേ. പിന്നെ ഇത് പ്രഗത്ഭ വ്യക്തികളുടെ കയ്യിലിരുന്ന നോട്ടാന്നൊക്കെ പറഞ്ഞാലേ. അതെ, ഞാൻ യൂട്യൂബ് ചാനലൊക്കെ കാണിച്ചു കൊടുക്കാം. അതെ അതെ, അവര് ദരിദ്രരായിട്ടില്ല. അന്നേരം ഇനി കള്ളപ്പണം സൂക്ഷിച്ചു നമ്മൾ അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവരുമെന്ന് എനിക്കറിയത്തില്ല. മറ്റേ എന്നാ മറ്റേ മോദിയൊക്കെ പോയി കിടക്കുന്നത്, നീരവ് മോദി മനസ്സിലായി. പുള്ളി ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ചു. അവിടെ അതൊരു ദേവി പുള്ളി പൗരത്വം എടുത്തു. പഞ്ചാബ് നാഷണൽ ഇത് മുതലാളിമാരല്ല, ഇതുണ്ടല്ലോ സംഘംകാരാ. ആർക്ക് വേണമെങ്കിലും വന്ന് പൊക്കാം. കാരണം ഇത് ആരുടെ സ്വന്തമല്ലല്ലോ വെള്ളം. അപ്പൊ ആ സംഘത്തിലുള്ള ആർക്ക് വേണമെങ്കിലും സമയം കിട്ടുന്ന അനുസരിച്ച് വന്ന് 10-20 പേര് കൂടെ സംഘങ്ങളുണ്ടല്ലോ, അവർ 20 പേര് ഷെയർ ഇട്ട് ഉണ്ടാക്കി വെക്കും. ആ 20 പേരിൽ ആർക്ക് വേണമെങ്കിലും സമയം കിട്ടുന്ന അനുസരിച്ച് വന്ന് അവർക്ക് എപ്പോൾ വേണമെങ്കിലും പൊക്കാം. അടി കിടക്കുന്ന ആരുടെ സ്വന്തമല്ലല്ലോ. പൊക്കുന്ന പണിയാ പാട്. ഇത് വലിച്ചു പൊക്കുന്ന നല്ല ഊരുള്ളവനെ പറ്റുള്ളൂ. അപ്പൊ അത് വേണ്ടവന് വേണ്ടത് പൊക്കി എടുക്കുക. അപ്പൊ ഇവിടെ ഒത്തിരി ഇടത്ത് ഇങ്ങനെ ചെമ്മീൻ ഇങ്ങനെ ഉണങ്ങി കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അവർ വീട്ടിൽ കൊണ്ടുപോകും, അത് ഉണങ്ങും, ഉണക്ക വയ്ക്കും. ഇവിടെയൊക്കെ സദ്യ ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. പാത്രമൊക്കെ എടുത്തോണ്ട് പോകുന്നേ. ഇവിടെയൊക്കെ 10,000-കണക്കിന് ആൾക്കാർ വരുന്നു സദ്യ കഴിക്കാൻ വേണ്ടി. ഊണ് ഉണ്ടായിരുന്നു? ഊണായിട്ടാണോ? ഓ ശരി. മട്ടനൊക്കെ ഉണ്ടായിരുന്നു, ചിക്കനോ എല്ലാം ചാറ് അറിയത്തില്ല. അതോ വെജിറ്റബിൾ ആയിരുന്നോ? സദ്യക്ക് വേണ്ടി തന്നെ എന്തെങ്കിലും ഇറച്ചി നമ്മളങ്ങനെ സദ്യക്ക് വേണ്ടി തന്നെ ഇവിടെ പോകാത്തതുകൊണ്ട് അന്നൊരു കല്യാണം കൊണ്ട് നഷ്ടപ്പെട്ടു പോയിരുന്നു കേട്ടോ. അല്ല, ഞാനങ്ങനെ പോകില്ല. ടാക്സിക്കാർക്കൊക്കെ ഇപ്പം കയറുമായിരുന്നു. കയറുന്ന കുഴപ്പമൊന്നുമില്ല. ഞാനങ്ങനെ സ്വന്തം കുടുംബത്തിലുള്ള കല്യാണത്തിൽ പോലും ഞാനങ്ങനെ പോകാറില്ല. അത് പ്രത്യേക രീതിയാണ്. ആ റാണിയുടെ
റാണി ട്രാവൽസിന്റെ ഡ്രൈവറൊക്കെ ഒന്ന് പരിചയപ്പെടായിരുന്നു. അവർക്ക് നമ്മുടെ തൊട്ടടുത്താണ് താമസിക്കുന്നത്. ആണല്ലേ? അതിന്റെ അവരുടെ ഗോഡൌണിന്റെ തൊട്ടടുത്ത് തന്നെ. ഒന്നും ഇവിടുത്തുകാരും ഇല്ല, എല്ലാം പുറത്തുനിന്നുള്ള ആൾക്കാരാണ്. ആയിരുന്നല്ലേ? അല്ല, ഈ ഡ്രൈവർമാരൊക്കെ എറണാകുളത്തുള്ള ഒറ്റ മനുഷ്യനില്ല, കോൺട്രാക്ടറാ. പുറത്തുനിന്ന് വരുന്ന ഡ്രൈവർമാരെ ഇവിടെ എറണാകുളത്ത് വണ്ടി ഓടിക്കുന്ന മൊത്തം ഉള്ളൂ. ഓ ശരി, എല്ലാം മലപ്പുറംകാരാ. എല്ലാ ജില്ലയിൽ നിന്നുള്ള ആൾക്കാർ കാണും. ഇതിപ്പം വടുതലയാ അല്ലേ? ഇതാണ് പണ്ടൊക്കെ പഠിച്ചിട്ടുള്ള വടുതല വളവ്. മറ്റേ കടങ്കഥ കേട്ടിട്ടില്ലേ? വടുതല വളവിൽ ഒരു 60 തെങ്ങിൽ അത് കേട്ടില്ല? കടങ്കഥ കേട്ടിട്ടില്ല? ഇല്ല. 60 തെങ്ങാണോ? അതിൽ കടങ്കഥയായിരുന്നു പണ്ട്. എന്നിട്ട് അത് വീഡിയോ ആക്കിയത് പോരാൻ വേണ്ടിയല്ലേ? നമ്മള് ഉത്തരം പറഞ്ഞതും അല്ലേ? ആണ്ട് നാഗാർജുനെ കൊണ്ടുവന്ന ഷൈനി. അല്ല, നാഗാർജുന ഇന്നലെ മറ്റേ ദിവസം പറഞ്ഞില്ലേ? Yeah, oh my goodness. Kochi is becoming another Kochi, you know. ഇപ്പൊ ഇതിനകത്തോടെ കാണാൻ മറ്റേ അമേരിക്ക പോലെ തോന്നുന്നുണ്ട്. നേരിട്ട് കാണുന്ന നോക്കാണ് തോന്നുന്നില്ല ഇതിനകത്തോടെ കാണുമ്പോഴേ. അല്ല, നമ്മൾ ഇന്നലെ പോയ സാറിന്റെ വീടോ അല്ല ഷൈനി? അത് യൂനോ ആ കല്ലൂർ സ്റ്റേഡിയത്തിന്റെ പുറകിൽ ഒരു വീട്ടിൽ പോയിട്ടുണ്ട്. ഞങ്ങളുടെ ഫ്ലാറ്റ് മേടിച്ചിട്ട് 19 വർഷമായല്ലോ. അത് ഇവര് ഈയിടെയിലൊക്കെ മേടിച്ചത്. അതിന്റെ ദൈവമാണ്. പിന്നെ വില പ്ലസ് ഫാഷൻ. ആ കാശ് വെർത്താണ്. ആ മാർബിളിനൊക്കെ അൾട്രാ കടല തിരക്കണം. മലബാർ, കോഴിക്കോടൻ രുചി. അവിടുത്തെ ക്യൂ ഉണ്ട്. എന്തോ അവിടെ ചായ ആണോ? എന്തായാലും കൊടുക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടി നിൽക്കുന്ന പകുതി ആൾക്കാര്. അതെ, അതൊക്കെ പുതിയ സെറ്റ് ചെയ്യുന്ന പോകുന്ന മറ്റേ ചുമ്മാ ഒരു കാര്യത്തിൽ അത്ര കട ചുമ്മാ കളഞ്ഞ. അവിടെ വല്ല 10 കട കൊടുക്കുവാണെങ്കിൽ അത്രയും കച്ചവടമല്ലോ. വെറുതെ കളഞ്ഞ. അവിടെ വന്നിട്ട് അത് വേസ്റ്റൊക്കെ ഇട്ട് കിടക്കുകയും ചെയ്യും. ഇത് പ്രസ്റ്റീജ് ഗ്രൂപ്പിന്റെ അറ്റ്ലസ് രാമേന്ദ്രൻ ഇതുപോലെ ഗോൾഡിൽ നിന്ന് പുള്ളിയും ഒന്ന് പ്രോപ്പർട്ടിയിലോട്ട് മാറിയായിരുന്നേ. ഒത്തിരി ആഡൊക്കെ കൊടുത്തായിരുന്നു പുള്ളി കൊച്ചിയിലെ ഫ്ലാറ്റും ഒക്കെ. പക്ഷേ അത് പച്ച പിടിച്ചില്ല. ആ സമയത്ത് ജോയ് ആലുക്കാസിനൊക്കെ ഫ്ലാറ്റ് വന്നായിരുന്നു. ഇതെല്ലാം റൈവലറി ആണെന്നേ. പൈസ മാറ്റി ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേ അത് കറക്റ്റായിട്ട് റിട്ടേൺ വന്നില്ലെങ്കിൽ ഉണ്ടല്ലോ, ആദ്യത്തെ ബിസിനസ് തകരും, രണ്ടാമത് തുടങ്ങിയതും റെഡിയാകില്ല. അതെ, ആദ്യത്തെ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് മെഷീനറി ഒക്കെ എല്ലാം പുതിയത് മേടിക്കേണ്ടി വന്നേ. ഇത് സ്ലോലി ഗ്രോ ചെയ്ത് വരുന്ന കമ്പനിയുടെയിലാണ് ഇതെല്ലാം കാണും. ഇത് ഒന്നിച്ച് ഫുള്ള് പെട്ടെന്ന് ഇത് എല്ലാം കൂടെ ഒന്നിച്ച് മേടിക്കാൻ ഭയങ്കര ഹെവി ഇൻവെസ്റ്റ്മെന്റ് ആണ് കയ്യിൽ നിന്ന് പോയത്. പിന്നെ കൊച്ചിയിൽ ആ സമയത്തൊക്കെ ഒന്നും പ്ലോട്ട് സാറിന് ഈ ബിൽഡേഴ്സൊക്കെ നേരത്തെ പ്ലോട്ട് മേടിച്ചിട്ടേക്ക് പോയി. അപ്പൊ അങ്ങനെയൊക്കെ പുള്ളി ഹൈ പ്രൈസിൽ പ്ലോട്ട് മേടിച്ച് തുടങ്ങി വന്നപ്പോഴത്തേന് ബുക്കിംഗ്. ഇവിടെയൊക്കെ പല ബിൽഡിങ്ങുകൾ നടക്കുന്ന ഈ വെഞ്ചർ പരിപാടിയില്ല. പ്ലോട്ട് ഒരാൾ മേടിച്ചിടും, ഒരാൾ മറ്റേ പകുതി പൈസയ്ക്ക് രണ്ടുപേരും കൂടെ ബിൽഡിങ് പണിയും. വലിയ വലിയ കമ്പനികളും ഒക്കെ ചേർന്ന് ഒരു ഫ്ലാറ്റ് പകുതി വിറ്റ് പൈസ ഒക്കെ റെഡിയാക്കി അങ്ങോട്ട് ഷെയർ ചെയ്താൽ മതി. ഒന്ന് തന്നെ പണിയാന്നൊക്കെ നടക്കുകയായിരുന്നു. ഇതൊക്കെ ചെറിയ കോടി വല്ലതും ആണോ? ഈ ലെഫ്റ്റ് സൈഡിലെ ബിൽഡിംഗ് എന്തോ ഇത് GCD. ഓ, ഗവൺമെന്റ് ബിൽഡിംഗ്. സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രം. ഓ, സെൻട്രൽ ഗവൺമെന്റ് ബിൽഡിംഗാ. നല്ല നന്നായിരിക്കുന്നത്. മത്സ്യ ഗവേഷണ കേന്ദ്രം എന്നൊക്കെ പറയുന്നുള്ളൂ. അവിടെ ഗവേഷണമൊന്നും കാണുന്നില്ല. രാവിലെ ഇവിടെ ആൾക്കാർ മീൻ മേടിക്കാൻ വേണ്ടി ഇവരുടെ തന്നെ ഇതൊക്കെ ഉണ്ട്, ഔട്ട്ലെറ്റ് ഉണ്ട് അവിടെ. അതായത് അമോണിയ സാധനങ്ങളൊന്നും ഇടാത്ത മീൻ വില കൂടുതലാ. എൻ്റെ കൂടെ അവിടെ ഉള്ള ഒരാൾ ഇതുപോലെ പണ്ട് ഒരു 50 വർഷം മുമ്പൊക്കെ ഇതുപോലെ റിസർച്ച് സെന്ററിൽ ഇത് ചെയ്ത് ഞാൻ പഠിക്കാൻ വന്നിരുന്നു. പുള്ളി അതിൻ്റെ അനുഭവം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിൽ. തേവര ഹൈക്കോർട്ട് ഇടപ്പള്ളി. വൈകിട്ട് അവധി ദിവസം വൈകിട്ടാകുമ്പോഴത്തേക്ക് ഒരു തിരക്കാവേ. ചേട്ടാ പോ ചേട്ടാ, ബൈ. ചേച്ചി ഗോൺ.
രസൽസും കൂട്ടി ആന്നേ. അതിന്റെ ഒക്കെ പറ്റിച്ച ഗോൾഡ് സ്വർണ്ണക്കടയായിരുന്നു. ആൾക്കാരുടെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ മേടിച്ച് കൂട്ടിട്ട് രാത്രി രക്ഷപ്പെട്ടു. ആ മുതലുകാരാണോ? അല്ല, അതിനു മുമ്പ് മറ്റേ ജോയാലക്കാസിന്റെ തുണിക്കടയിൽ നിന്ന് അതും തീ പിടിച്ച പ്രാവശ്യം അവിടെ ആര് വന്നാലും രക്ഷപ്പെടുന്നു. ആ കെട്ടിടംകാരനെയും വാടകയൊന്നും ഒഴിയാതൊക്കെ ആയിരിക്കും ഇവരൊക്കെ പോകുന്നത്. അതെല്ലാം പറ്റിച്ചിട്ടേ അത് പിന്നെ കേസാവും. ആ കെട്ടിടം അങ്ങനെ നശിക്കും. സ്വർണത്തിന് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടല്ലോ, അതായത് മാസത്തെ ഇത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആൾക്കാരെ പൈസ വാങ്ങിച്ചു. അങ്ങനെ അവർക്ക് സ്വർണം കൊടുത്തില്ല. കല്യാണത്തിനൊക്കെ ഇത്ര തരാം, അങ്ങനെ തരാം, 5 കൊല്ലം കഴിയുമ്പോൾ ഇത്ര പോകാൻ തരാന്നൊക്കെ പറഞ്ഞ് മുഴുവൻ തട്ടിപ്പ്. എല്ലാ കമ്പനികളും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിലൊക്കെ പെട്ടെന്ന് മെമ്പർക്കാർഡ് മേടിക്കാൻ കറണ്ട് എവിടെയാ പെൻറ്റാമേനാണ്. നമുക്ക് തൊട്ടപ്പുറത്ത് പാർക്കിംഗ് വേണ്ടി എടുത്തത്. ആയിക്കോട്ടെ, കുഴപ്പമില്ലല്ലോ. ഷാമിന് ഒരു കുഴപ്പമില്ല. എവിടെയാണെന്ന് പറഞ്ഞാൽ പെൻറ്റാമേനാ. ഇതിനകത്ത് കയറണോ? ഞാനും വരാം. ഓക്കെ, ഷാമിന് നടക്കുന്ന കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ബാക്കിലോട്ട് ഇറങ്ങിയ ബ്രോഡ്ബെൽ പറഞ്ഞു തുണി മറ്റേ കട കാണും. അത് കണ്ടാ മാത്രം, അത് നിർബന്ധമില്ല. ഇനി പോകാറായി കണ്ടാൽ. എന്നെ എടുക്കാൻ ഞാൻ കറക്റ്റ് ചെയ്തിട്ട് വരുന്നല്ലേ. ഓ വേണ്ട. സൗത്ത് വഴി സമുദ്ര വൈല അപ്പിലേക്ക്
കുറേ പേരൊക്കെ ഉള്ളു ഫുൾ ആൾക്കാർ. സൂപ്പർ മാർക്കറ്റ് മോളിൽ പോകണോ? അല്ല, ഏത് കടകളാണെന്ന് കയറിയത്? പെൻഡാമ മൊത്തം മൊബൈൽ കടകളാണ്, ആണോ? ഇലക്ട്രോണിക് സാധനങ്ങളാണ്. ഓക്കെ. എന്നത്തിൻ്റെ ബ്രാൻഡ് വല്ലതും ഉണ്ടോ? ഗോപ്രോ എന്ന് പറഞ്ഞാൽ ഗോപ്രോ ഏതെങ്കിലും കൂടെ ചോദിച്ചു നോക്കാം. ആ, ഗോപ്രോയുടെ മെമ്മറി കാർഡ് കിട്ടുമെന്ന് മാത്രം ചോദിച്ചാൽ മതി. ആ, ആയിക്കോട്ടെ.